Hello everyone, welcome to another session. സീക്വൻസ് ഡേറ്റ ടൈപ്പിലുള്ള നെക്സ്റ്റ് വൺ ആണ് ടപ്പിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതെന്ന് പറയുന്നത് ടപ്പിളാണ്. ജസ്റ്റ് ലൈക്ക് ലിസ്റ്റ്, ടപ്പിൾ ഈസ് ആൻ ഓർഡേർഡ് സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ്. ബട്ട് ഒരു വ്യത്യാസമുള്ളത്, ഇറ്റ് ഈസ് ഇമ്മ്യൂട്ടബിൾ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന എലമെൻറ്റ്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ പുതിയ എലമെൻറ്റ്സ് ആഡ് ചെയ്യാനും പറ്റത്തില്ല. ഒരു സീക്വൻസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇമ്മ്യൂട്ടബിൾ. Once it is created, it will be constant throughout the program. So അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നോട്ട് ചെയ്യുക, ഇമ്മ്യൂട്ടബിൾ. Then it is ordered. Elements in a tuple maintain their order. ഇൻഡെക്സ് ഓർഡറിൽ തന്നെ ആയിരിക്കും. ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻസ് ചേഞ്ച് ചെയ്യില്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഓർഡേർഡ്. Then heterogeneous, അതായത് ടപ്പിൾസ് ക്യാൻ കണ്ടെയ്ൻ എലമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ്. ലിസ്റ്റിൽ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് ഉള്ള എലമെൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അനദർ പോയിന്റ്, ഇൻഡെക്സ്ഡ്. ലിസ്റ്റിൽ പറഞ്ഞ പോലെ എലമെൻറ്റ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ദെയർ പൊസിഷൻ ഓർ യൂസിങ് ദെയർ ഇൻഡെക്സ്. ദെൻ ടപ്പിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അതായത് ടപ്പിളിൽ വരുന്ന എലമെൻറ്റ്സ് വിത്തിൻ പാരാന്തസിസ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഒരു ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്, ടി ഈക്വൽ ടു പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക. ദെൻ വിത്തിൻ പാരാന്തസിസ് അവിടെ എലമെൻറ്റ്സ് കൊടുക്കാം. ഞാൻ 3 strings ആണ് കൊടുക്കുന്നത്. ആപ്പിൾ, നെക്സ്റ്റ് എലമെൻറ്റ് ബനാന, ആൻഡ് ദ തേർഡ് എലമെൻറ്റ് ചെറി. കണ്ടോ, അവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്. 3 എലമെൻറ്റ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 3 എലമെൻറ്റ്സും സെയിം ഡേറ്റ ടൈപ്പ് ആയിരുന്നു, സ്ട്രിങ്. ഡിഫറെൻറ്റ് ഡേറ്റ ടൈപ്സ് കൊടുത്തു നോക്കാം. ഒരു മിക്സഡ് ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. മിക്സഡ് ടപ്പിൾ ഈക്വൽ ടു വിത്തിൻ പാരാന്തസിസ് 1 string python and the float 3.7 comma and third element ഒരു boolean value കൊടുക്കുകയാണ്, true. കണ്ടോ, 3 elements with 3 different data types and it is a tuple. Then without parenthesis നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്, ടി ഈക്വൽ ടു പാരാന്തസിസ് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ എലമെൻറ്റ്സ് കൊടുക്കാം. കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാം. ക്യാരക്ടർ എ, കോമ ക്യാരക്ടർ ബി, കോമ ക്യാരക്ടർ സി. സോ അതിൻ്റെ ടൈപ്പ് നോക്കുക, ഇറ്റ് ഈസ് എ ടപ്പിൾ. ടപ്പിൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടപ്പിൾ ഫംഗ്ഷൻ ജനറലി യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റ ടൈപ്പിനെ, അതായത് ലിസ്റ്റ് ഓർ സ്ട്രിങ്ങിനെ ടപ്പിളിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ടപ്പിൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ കൊടുക്കാം, ഒബ്ജക്റ്റ് ടി ഈക്വൽ ടു ഫംഗ്ഷൻ ടപ്പിൾ. ദെൻ വിത്തിൻ പാരാന്തസിസ് നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് സ്ട്രിങ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ടപ്പിൾ. ഇപ്പോൾ സ്ട്രിങ് ഇങ്ങനെ കൊടുക്കാം, ഹലോ. കണ്ടോ, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്, ബട്ട് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ടപ്പിൾ. കണ്ടോ, ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടപ്പിളിലുള്ളത് 5 എലമെൻറ്റ്സ് ആണ്. ഹലോ സ്ട്രിങ്ങിൽ ഉണ്ടായിരുന്ന 5 ക്യാരക്ടേഴ്സ് അവിടെ 5 എലമെൻറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ഒരു ലിസ്റ്റ് എങ്ങനെ ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ തന്നെ കൊടുക്കാം, ഒബ്ജക്റ്റ് ടി ഈക്വൽ ടു ടപ്പിൾ ഫംഗ്ഷൻ വിത്തിൻ പാരാന്തസിസ് നമ്മളവിടെ ലിസ്റ്റ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ്. ഇപ്പോൾ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് 3 എലമെൻറ്റ്സ് കൊടുക്കാം. 3 നമ്പേഴ്സാണ് കൊടുക്കുന്നത്, 1, 2, 3. അവിടെ ലിസ്റ്റ് എന്ന് പറയുന്ന ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ യൂസ് എ ടപ്പിൾ ഫംഗ്ഷൻ ടു കൺവേർട്ട് സ്ട്രിങ് ഓർ ലിസ്റ്റ് ടു എ ടപ്പിൾ. ദെൻ ടപ്പിളിൽ വരുന്ന എലമെൻറ്റ്സ് എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. അതായത് 1 by 1 ആയിട്ട് എങ്ങനെ പിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്.
ഒബ്ജക്റ്റ് ടി ഈക്വൽ ടു വിത്തിൻ പാരാന്തസിസ് അവിടെ ക്യാരക്ടേഴ്സ് കൊടുക്കുകയാണ്. പി, നെക്സ്റ്റ് ക്യാരക്ടർ വൈ, then T, another one H, next one O, and last character N. അപ്പോൾ 6 ക്യാരക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 എലമെൻറ്റ്സ്. ഫസ്റ്റ് എലമെൻറ്റ് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഒബ്ജക്റ്റ് നെയിം, അപ്പോൾ ടപ്പിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. അപ്പോൾ ടി, ദെൻ ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് 0 കൊടുക്കുക. കണ്ടോ, ടപ്പിളിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് പി അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആക്സസ് ചെയ്യാനായിട്ട് വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇൻഡെക്സ് നമ്പർ കൊടുക്കണം. നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ലിസ്റ്റിലും സ്ട്രിങ്ങിലും പറഞ്ഞ പോലെ തന്നെയാണ് ആക്സസ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻഡെക്സിങ് കൊടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ -1 കൊടുക്കണം. അപ്പം ഇങ്ങനെ കൊടുത്തു നോക്കാം. ടി വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സ് നമ്പർ -1. കണ്ടോ, ലാസ്റ്റ് എലമെൻറ്റ് പ്രിന്റ് ചെയ്തു. റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ആക്സസ് ചെയ്യാൻ യു ക്യാൻ യൂസ് നെഗറ്റീവ് ഇൻഡെക്സിങ്. ദെൻ ഹൗ വിൽ യു ആക്സസ് എ റേഞ്ച് ഓഫ് എലമെൻറ്റ്സ്? ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യണം, ഇങ്ങനെ പിക്ക് ചെയ്യണം. അതായത് ഇൻഡെക്സ് നമ്പർ 1, 2, 3 സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ടി വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ 1, ഇൻഡെക്സ് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം, കോളൻ എൻഡ് പൊസിഷൻ കൊടുക്കുക. എൻഡ് പൊസിഷൻ കൊടുക്കുമ്പോൾ അവിടെ 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 - 1, അതായത് 4 - 1 3 വരെയുള്ള ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ അവിടെ ഇങ്ങനെ പ്രിന്റ് ചെയ്യും, Y, T and H. ദാറ്റ് ഈസ് നോൺ ആസ് സ്ലൈസിങ്. അവിടെ ടപ്പിളിനെ സ്ലൈസ് ചെയ്ത് സെലക്ട് ചെയ്തു. പർട്ടിക്കുലർ മെമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്ത് പ്രിന്റ് ചെയ്തിട്ടേ ഉള്ളൂ, മോഡിഫൈ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ദെൻ ലിസ്റ്റിൽ പറഞ്ഞ പോലെ കൺകാറ്റനേഷനും റെപ്പറ്റീഷൻ ഓപ്പറേറ്ററും എല്ലാം ഇതിനും ആപ്ലിക്കബിൾ ആണ്. അതായത് പ്ലസ് ഓപ്പറേറ്റർ, റെപ്പറ്റീഷൻ ഓപ്പറേറ്റർ, ആസ്ട്രിക് ഓപ്പറേറ്റർ, ഇതെല്ലാം തന്നെ ടപ്പിളിലും വരുന്നുണ്ട്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ മെമ്പർഷിപ്പ് ഓപ്പറേഷൻസ്, അതായത് ഇൻ ഓപ്പറേറ്റർ, ഒരു ടപ്പിളിൻ്റെ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ലെങ്ത് എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ടപ്പിൾ. അതുപോലെ തന്നെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, ഒക്കറൻസസ് ഓഫ് ആൻ എലമെൻറ്റ്. ഇതെല്ലാം തന്നെ ഇതിനും ആപ്ലിക്കബിൾ ആണ്. അതെല്ലാം തന്നെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ റെഫർ ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത്, വീണ്ടും പറയാണ്, ടപ്പിൾ ഈസ് ഇമ്മ്യൂട്ടബിൾ. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി കനോട്ട് മോഡിഫൈ ഇറ്റ്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ടപ്പിൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ടി ഈക്വൽ ടു വിത്തിൻ പാരാന്തസിസ് 1, 2, 3. ദെൻ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ഒരു എലമെൻറ്റ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. ടി വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സ് 0 ഈക്വൽ ടു 10. ഇതിൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ ഓൾറെഡി 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. 1ന് പകരം ഞാനിവിടെ 10 അസൈൻ ചെയ്യുകയാണ്. വർക്ക് ചെയ്യുമെന്ന് നോക്കാം. കണ്ടോ, വർക്ക് ചെയ്തില്ല, അത് എറർ കാണിക്കും. ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ടപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അറേസ് യൂസിങ് നംപൈ. ഇതിൽ നംപൈ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തൺ എന്നാണ്. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ന്യൂമറിക്കൽ പൈത്തൺ. സോ ഇതൊരു പാക്കേജാണ്. നമ്മൾ മാത്ത് മോഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു മോഡ്യൂളാണ് നംപൈ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അഡ്വാൻസ് കമ്പ്യൂട്ടേഷൻസ് ലൈക്ക് ലീനിയർ ആൾജിബ്ര, ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് റാൻഡം സിമുലേഷൻസ്, ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് അറേസ് ആൻഡ് ഇറ്റ് ഫങ്ഷൻസ്. അതുകൊണ്ടാണ് നമ്മൾ നംപൈ മോഡ്യൂൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം അറേസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ഡേറ്റ കളക്ഷനാണ്. നമുക്ക് അറേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നംപൈ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഓപ്പൺ സോഴ്സ് മോഡ്യൂളാണ്. ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ പാക്കേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ മാത്ത് മോഡ്യൂൾ യൂസ് ചെയ്തപ്പോൾ ഇമ്പോർട്ട് ചെയ്തായിരുന്നല്ലോ, അതേപോലെ ഇവിടെ നംപൈ ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് എക്സാമ്പിൾസിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എഡിറ്റർ വിൻഡോ എടുക്കുകയാണ്. എഡിറ്റർ വിൻഡോയിൽ ഇങ്ങനെ കൊടുത്തു, ഇമ്പോർട്ട് നംപൈ. നമ്മുടെ ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്തു.
ദെൻ നമ്പയുടെ അകത്ത് ഒത്തിരി ഫങ്ഷൻസ് അവൈലബിൾ ആണ്. നമ്പയിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ആൻഡ് ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസിങ് നമ്പൈ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്പൈ എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആക്സസ് ചെയ്യുമ്പോൾ വളരെയധികം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പൈക്ക് ഒരു ഷോർട്ട് നെയിം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് നെയിം കൊടുക്കാം, ആസ് NP. ഈ NP എന്ന് പറയുന്നത് നമ്പൈനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനെ തന്നെ ഒരു 1 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ഒബ്ജക്റ്റ് കൊടുത്തു, ARR array ഈക്വൽ ടു numpy ഡോട്ട് array എന്നാണ് കൊടുക്കാനുള്ളത്. അതായത് നമ്പയുടെ അകത്ത് വരുന്നൊരു ഫംഗ്ഷനാണ് അറേ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. നമ്പയ്ക്ക് ഞാനൊരു ഐലിയാസ് കൊടുത്തിട്ടുണ്ട് NP. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, NP ഡോട്ട് array വിത്തിൻ പാരാന്തസിസ് ആർഗ്യുമെൻ്റ് ആയിട്ട് ആ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഒരു 1 ഡയമെൻഷണൽ അറേ ആണ്. വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് 4 എലമെൻറ്റ്സ് കൊടുക്കുകയാണ്, 1, 2, 3 and 4. ദെൻ അത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. എഡിറ്റർ വിൻഡോ ആയതുകൊണ്ട് തന്നെ പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുക്കാം, പ്രിൻറ്റ് അറേ ഒബ്ജക്റ്റ് ARR. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 ഡയമെൻഷണൽ അറേ കിട്ടി. 1, 2, 3, 4 ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 1 ഡയമെൻഷനാണ്. ദെൻ ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നതാണ് മാട്രിക്സ്. ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്, MAT ഈക്വൽ ടു NP ഡോട്ട് array വിത്തിൻ പാരാന്തസിസ് മെയിൻ സ്ക്വയർ ബ്രാക്കറ്റ്. അവിടെ 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 റോസ് 2 കോളം മാട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ്. റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനായിട്ട് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുന്നത്. സെയിം ലൈനിൽ കൊടുത്തു കഴിഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാം. വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് 1, 2 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, കോമ നെക്സ്റ്റ് റോ സ്പെസിഫൈ ചെയ്യാം, നെക്സ്റ്റ് ലൈനിൽ കൊടുക്കാം. വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് 3, 4 ആൻഡ് എൻഡ് ദ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പോൾ ഓരോ റോയും പ്രത്യേകം സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്തു, എലമെൻറ്റ്സ് കൊടുത്തതിന് ശേഷം കോമ ഇടുന്നു. അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് റോ കോമ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് റോ സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ അറേ ആണ്, 2 റോസ് 2 കോളംസ്. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് എൻഡ് ചെയ്യുക ആൻഡ് പാരാന്തസിസ് കൂടി എൻഡ് ചെയ്യുന്നു. ദെൻ പ്രിൻ്റ് ചെയ്യാം, പ്രിൻറ്റ് മാട്രിക്സ് ഒബ്ജക്റ്റ് കൊടുക്കുക. കണ്ടോ, ഒരു 2 ഡയമെൻഷണൽ അറേ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് എ മാട്രിക്സ്, 2x2 മാട്രിക്സ്. ദെൻ കുറച്ച് ആട്രിബ്യൂട്ട്സ് നോക്കാം. നമ്പയിൽ തന്നെ വരുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡയമെൻഷൻ ചെക്ക് ചെയ്യാനായിട്ട് NDIM എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. നമ്മുടെ പ്രോഗ്രാം ഒന്ന് മോഡിഫൈ ചെയ്യാം. പ്രിൻറ്റ് വിത്തിൻ പാരാന്തസിസ് ഇങ്ങനെ കൊടുക്കുകയാണ്, ARR ഡോട്ട് NDIM. ARR എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഒരു 1 ഡയമെൻഷണൽ അറേ ആണ്. 1 ഡയമെൻഷണൽ അറേയുടെ ഒബ്ജക്റ്റ് ഡോട്ട് NDIM. ദെൻ മാട്രിക്സിൻ്റെ ഡയമെൻഷൻ പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക, പ്രിൻറ്റ് വിത്തിൻ പാരാന്തസിസ് MAT ഡോട്ട് NDIM. MAT എന്ന് പറയുന്നത് 2x2 മാട്രിക്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരുന്നു. ഇത് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, മാട്രിക്സ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത അറേയുടെ ഡയമെൻഷൻ 1 ഡയമെൻഷൻ, നെക്സ്റ്റ് ലൈനായിട്ട് മാട്രിക്സിൻ്റെ ഡയമെൻഷൻ 2, അത് രണ്ടും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാം. നമ്പൈ പാക്കേജിലെ മറ്റൊരു ആട്രിബ്യൂട്ടാണ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ ഷേപ്പ് ഓഫ് അറേ. നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് റിട്ടേൺ ചെയ്യും. ഇങ്ങനെ കൊടുക്കാം, പ്രിൻറ്റ് മാട്രിക്സ് ഓബ്ജക്റ്റ് MAT ഡോട്ട് ഷേപ്പ്. റൺ ചെയ്ത് നോക്കുക, മാട്രിക്സിൻ്റെ ഷേപ്പ് അവിടെ പ്രിൻ്റ് ചെയ്യും. കണ്ടോ, 2, 2 ഇറ്റ്സ് ഇറ്റ് അപ്പ്, ഇറ്റ് റിട്ടേൺസ് ദ ഷേപ്പ്, അതായത് 2 റോസ് 2 കോളംസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിൽ വരുന്ന ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും എല്ലാം തന്നെ അറേസിലും യൂസ് ചെയ്യാം. ബട്ട് അവിടെ അറേ വരുമ്പോൾ 1 ഡയമെൻഷനിലുണ്ട്, 2 ഡയമെൻഷനിലുണ്ട്.
ഇപ്പോൾ ഇൻഡെക്സിങ് ആൻഡ് സ്ലൈസിങ് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് റെഫർ ചെയ്യുക. അതേപോലെ ഐട്രേഷൻ നമുക്ക് പറ്റും. അറേസിലുള്ള എലമെൻറ്റ്സ് 1 by 1 ആയിട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഫോർ ലൂപ്പ് ആൻഡ് പ്രിൻറ്റ് ഫംഗ്ഷൻ. പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഒരു ഫോർ ലൂപ്പ് ഫോർ ഐ ഇൻ അറേ ഒബ്ജക്റ്റ് കൊടുക്കാം. ദെൻ വിത്തിൻ ഫോർ ലൂപ്പ് പ്രിൻറ്റ് ഫംഗ്ഷൻ പ്രിൻറ്റ് ഐ എൻഡ് വിത്ത് എ സ്പേസ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, എൻഡ് ഈക്വൽ ടു വിത്തിൻ ഡബിൾ കോട്ട്സ് സ്പേസ്. കണ്ടോ, 1 dimensional അറേ 1 by 1 ആയിട്ട് പിക്ക് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇതേപോലെ 2 dimensional അറേയും പ്രിൻറ്റ് ചെയ്യാം. 2 dimensional അറേ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യണം. കാര്യം എന്താണ്, ഒരു റോ സെലക്ട് ചെയ്യണം, ആ ഒരു റോയിൽ തന്നെ ഡിഫറെൻറ്റ് കോളംസ് ഉണ്ട്. ഇപ്പം നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യണം, അത് ഞാൻ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, റെഫർ ചെയ്യുക. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ റീഷേപ്പ്, അതിൻ്റെ യൂസ് ചെയ്ത് നോക്കാം. ആ ഒരു പ്രോഗ്രാം എഡിറ്റ് ചെയ്യാണ്. ഇമ്പോർട്ടിന് താഴെയായിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. ഒബ്ജക്റ്റ് നെയിം കൊടുക്കാം, ARR ഈക്വൽ ടു np.array. ഒരു 1 dimensional അറേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് 1 2 3 4 5 and 6 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ, 1 dimensional അറേ. ദെൻ 1 dimensional അറേ ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ ആയിട്ട് മാറ്റണം. 1 dimensional അറേ ടു മൾട്ടി ഡയമെൻഷണൽ അറേ ഒരു മെത്തേഡ് ഉണ്ട്, റീഷേപ്പ് ഫംഗ്ഷൻ. അപ്പം ഇങ്ങനെ കൊടുക്കാം, അറേ ഒബ്ജക്റ്റ് ദറ്റ് ഈസ് ARR ഡോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടത് റീഷേപ്പ്, RESHAP, റീഷേപ്പ്. ആർഗ്യുമെൻറ്റ്സ് ആയിട്ട്, അതായത് വിത്തിൻ പാരാൻതസിസ് മൾട്ടി ഡയമെൻഷണൽ അറേ, അതായത് n rows m columns, അത് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യുക. 2 by 3 മാട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, 2, 3. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്, ദ കറസ്പോണ്ടിങ് അറേ ഈസ് റീഷേപ്പ് ടു 2 by 3. ദെൻ അത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് വിത്തിൻ പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കുക. സോ വിത്തിൻ പ്രിൻറ്റ് ഫംഗ്ഷൻ അറേ ഒബ്ജക്റ്റ് ഡോട്ട് റീഷേപ്പ്. എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. കണ്ടോ, നമ്മൾ ഒറിജിനലി 1 dimensional അറേ ആയിരുന്നു, അത് 2 dimensional അറേ ആയിട്ട് മാറ്റി, ഒരു 2 by 3 മാട്രിക്സ് ആയിട്ട് മാറ്റി, ദെൻ അതിനെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ റീഷേപ്പ് ഫംഗ്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാട്രിക്സ് ഓപ്പറേഷൻ റിലേറ്റഡ് പ്രോഗ്രാംസ് വരുമ്പോൾ ഈ റീഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. ദെൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മാട്രിക്സ് ഓപ്പറേഷൻസ്, അതായത് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ്, ഇതിനെല്ലാം വേണ്ടുന്ന ഫങ്ഷൻസ് നംപൈയിൽ അവൈലബിൾ ആണ്. സോ അത്തരം ഫങ്ഷൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ അഡിഷൻ ആഡ് മെത്തേഡ്, ദെൻ ഫോർ സബ്ട്രാക്ഷൻ സബ്ട്രാക്ട് മെത്തേഡ്, ദെൻ ഫോർ മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് MATMUL. ദെൻ ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കണം, മെട്രിക്സ് ഒബ്ജക്റ്റ് ഡോട്ട് ക്യാപിറ്റൽ T. ദെൻ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് അട്രിബ്യൂട്ട് ഇൻ NumPy പാക്കേജ്. പ്രോഗ്രാം ചെയ്യുകയാണ്, NumPy പാക്കേജ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഒരു മാട്രിക്സ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, MAT1 ഫസ്റ്റ് മാട്രിക്സ് np.array, ഒരു 2 by 2 മാട്രിക്സ് ആണ് കൊടുക്കുന്നത്. ഫസ്റ്റ് റോയിൽ 2 elements 1 2. ദെൻ സെക്കൻഡ് റോ 3, 4. സോ ഫസ്റ്റ് മാട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ദെൻ സെക്കൻഡ് മാട്രിക്സ് MAT2 സെക്കൻഡ് ഒബ്ജക്റ്റ് ഈക്വൽ ടു np.array ഫസ്റ്റ് റോ 5 6. ക്ലോസ് ചെയ്യാം. ദെൻ സെക്കൻഡ് റോ 7 8 7,8. ഇപ്പോൾ 2 മാട്രിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, 2 dimensional അറേ. ദെൻ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആഡ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, np.add ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സ്, ഫസ്റ്റ് മെട്രിക്സ് ഒബ്ജക്റ്റ് MAT1 സെക്കൻഡ് മെട്രിക്സ് ഒബ്ജക്റ്റ് MAT2. സോ ഇത് തന്നെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പ്രിൻറ്റിനകത്ത് കൊടുക്കാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് കൊടുക്കാം. ദെൻ സബ്ട്രാക്ട് ചെയ്യാം.
ഇങ്ങനെ കൊടുക്കാം. വിത്തിൻ പ്രിൻറ്റ് ഫംഗ്ഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ദെൻ np ഡോട്ട് സബ്ട്രാക്ട് ചെയ്യാനുള്ള മെത്തേഡ് സബ്ട്രാക്ട്. ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഒബ്ജക്ട്സ് കൊടുക്കാം. ഫസ്റ്റ് മാട്രിക്സ് MAT1, സെക്കൻഡ് മാട്രിക്സ് ഒബ്ജക്റ്റ് MAT2. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ അവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന അഡീഷനാണ്, സെക്കൻഡായിട്ട് കിട്ടുന്നത് സബ്ട്രാക്ഷനാണ്. നമുക്ക് ആ ഒരു പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ കൊടുക്കാം. അവിടെ തന്നെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് np ഡോട്ട് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ MAT_MUL വിത്തിൻ പാരാന്തസിസ് ഫസ്റ്റ് മാട്രിക്സ് ഒബ്ജക്റ്റ് സെക്കൻഡ് മാട്രിക്സ് ഒബ്ജക്റ്റ്. then എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മൂന്നിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. then നമുക്ക് ട്രാൻസ്പോസ് ചെയ്ത് നോക്കാം. അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കാം. പ്രിൻറ്റ് ദെൻ ഏത് മെട്രിക്സ് ആണോ ട്രാൻസ്പോസ് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്യുക, അതിൻ്റെ ഒബ്ജക്റ്റ് സ്പെസിഫൈ ചെയ്യുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് മെട്രിക്സ് ഒബ്ജക്റ്റ് MAT1 ഡോട്ട് T. എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. സോ ഇവിടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്പോസ് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാനുണ്ട്. അത് വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.